അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്ക് സുഖമാണ്. ഞാൻ 2 ദിവസം കുടുംബ വീട്ടിലായിരുന്നു. ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഞാനൊരു കല്യാണത്തിന് പോവുകയാണ് മക്കളെയും കൊണ്ട്. ഇനി നാളെയൊക്കെ കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കണം. പിന്നെ എൻ്റെ മക്കള് പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ പൂട്ടി ഈ വീട്ടിനകത്ത് ഇരുത്തിയിട്ടാണ് പോയത്. ഞാൻ 4.25 വർഷമായി വീട്ടിൽ കയറിയിട്ട് വീട്ടിൽ നിന്ന് പോകുമ്പോഴും ഒരു സങ്കടമുണ്ട്. കാരണം പൊന്നേന്ന് പറഞ്ഞ് നോക്കിയ വീടാണ്. പിന്നെ അൽഹംദുലില്ലാ സ്വന്തം എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും വീടാവണം. എന്നാലേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. മക്കളൊക്കെ വളർന്നു വരുന്നു. ഒരു സുരക്ഷിതമായിട്ടൊരു പണിക്ക് പോകണം, ഇവരെ വളർത്തണം. പിന്നെ ഈ പണിക്ക് പോകണം എന്തെന്ന് പറയുമ്പോൾ ഇവരെ പരിഗണിക്കുന്ന പണിയൊക്കെ നമുക്ക് ഇതൊക്കെ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ ഈ മോൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ കുഞ്ഞുമോൻ ഇവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പോയാൽ കാക്കച്ചി കുറച്ചു നേരം കളിക്കും. ആൺകുട്ടികളല്ലേ, മസ്റുമോളെ നല്ല ഉപദ്രവിക്കും. ഞാൻ പാലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ചില ദിവസങ്ങളിൽ കരഞ്ഞ ദിവസങ്ങളുണ്ട്. മോളെ അടിച്ച് മുഖത്തൊക്കെ മുറിവുകളാക്കി ഇവർ രണ്ടുപേരും കൂടെ. അന്നൊക്കെ മോള് സങ്കടം പറയുമ്പോഴും എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി. പിന്നെ മസ്റുമോള് തന്നെ ഇവരെ കുളിപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി ഇവിടെ തൂത്ത് ക്ലീൻ ചെയ്ത് എൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് എൻ്റെ മക്കള്. എൻ്റെ മക്കളെ പറഞ്ഞാൽ നമ്മൾ ആരും സഹിക്കില്ല. കാരണം ഈ ഭൂമിയിൽ എനിക്ക് 4 മക്കളെ ഞാൻ ജന്മം നൽകി. എനിക്ക് ഹലാലായ റബ്ബ് തന്ന 3 മക്കളാണ് ഇവര്. 4 മക്കളുണ്ടായിരുന്നു. എൻ്റെ ഒരു പൊന്നോ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ആ നഷ്ടത്തിനോളം പകരം വയ്ക്കാൻ ഇനി ഈ ദുനിയാവിൽ എനിക്ക് ഒന്നുമില്ലായിരുന്നു. നമുക്ക് ഒന്നുമില്ലായിരുന്നു. പടച്ചോനെ, നമ്മൾ ഇവിടം വരെ എത്തി. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന്. അതിനൊക്കെ കാരണം എൻ്റെ റബ്ബാണ്. കാരണം എൻ്റെ കണ്ണീര് റബ്ബ് കണ്ണീന്ന് കണ്ണീര് തോന്നിട്ട് മൂക്കിനിറ്റിട്ട് താഴെ വീഴുമ്പോഴും എന്തുമാത്രം പടച്ചവന് എനിക്ക് മാത്രം എത്ര സങ്കടം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നുണ്ട്, എൻ്റെ പടച്ച റബ്ബ് ഉള്ളത് കൊണ്ട് ഈ മക്കളെ ഞാൻ ഇവിടം വരെ എത്തിച്ച്, പിന്നെ ഒരുപാട് രോഗങ്ങൾ തരണം ചെയ്ത് ഞാൻ ഇവിടം വരെ എത്തിച്ച്. ഇതൊക്കെ എൻ്റെ ഒരു കടമയാണ്, എൻ്റെ മക്കളെ വളർത്തുക എന്നത്. എൻ്റെ മസ്റുമോള് വളർന്നു വരുന്നുണ്ട്, എൻ്റെ മുത്തുമോൻ, എൻ്റെ മിച്ചുമോൻ, ഇവരെല്ലാം. പിന്നെ ഇനിയിപ്പോൾ ഞാൻ മുഷ്താഖിനെയും മിഫ്സലിനെയും മസ്റൂനെയും കൊണ്ട് കല്യാണത്തിന് പോവുകയാണ്. പിന്നെ മസ്റുമോളെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നിൽക്കി 3 പേരും കൂടെ. എൻ്റെ മക്കളെ കണ്ട ഞങ്ങൾ മസ്റുമോൾക്ക് അന്ന് കിട്ടിയ ഡ്രസ്സാണ്. കണ്ട, എപ്പോഴും പറയും എൻ്റെ മസ്റുമോളെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം തോന്നുമെന്ന്. എന്തൊക്കെയാ അടക്കം പറയണ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കുളിത്തോർത്തൊക്കെ മേടിക്കണം. 2-3 ടീഷർട്ട് മേടിക്കണം. ശുന്നരിയായിട്ട് ശുന്നരികള അതിനൊരു കാര്യമുണ്ട്. പിന്നെ എൻ്റെ പൊന്നു മക്കളെ കണ്ടില്ലേ ഞങ്ങൾ. പിന്നെ ഇവിടെ നിന്നൊക്കെ ഒന്നും പറക്കിയൊന്നും ഒതുക്കിയില്ല. ഒരു കട്ടിലേ ഉള്ളൂ. ആ കട്ടിൽ കൊണ്ടുപോകും. അതെൻ്റെ ഉമ്മ തന്നതാണ്. പിന്നെ ഡ്രസ്സ് കുറച്ചൊക്കെ എനിക്ക് കിട്ടിയ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത്ര സാധനങ്ങളേ ഉള്ളൂ. പിന്നെ എൻ്റെ ഉപ്പ മേടിച്ചു കൊടുത്തൊരു സൈക്കിള്. പിന്നെ കുടയൊക്കെ 7 വർഷമായ കുടയാണ്, 8 വർഷമായ കുടയാണ്. ആ കുട കണ്ടില്ലേ. അതൊക്കെ ഇനിയിപ്പോൾ എല്ലാം ഇതാക്കണം. പിന്നെ മക്കളെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യണം. അതൊക്കെ നമ്മളെ ഫയലും മക്കളെ ഹോസ്പിറ്റലും പിന്നെ മരിച്ചുപോയ കുട്ടിയുടെ ഫയലും അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. പിന്നെ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ടേബിളും ഈ ഒരു കസേരയും ഈ ഒരു ഫ്രിഡ്ജും, അത് ഞാനും എൻ്റെ ഇക്കായും കൂടെ വാങ്ങിയതാണ്. പിന്നെ ഗ്യാസ് അടുപ്പുണ്ട്. ഇനി അടുപ്പ് മേടിക്കണം. പിന്നെ പാത്രങ്ങൾ, ഇത്ര പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് പകുതി ഉമ്മാരാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വാങ്ങണം. മിക്സി എനിക്കുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് ഈ സാധനങ്ങളൊക്കെ ഇത് കഴിയുമ്പോൾ വാങ്ങണം. ഗ്യാസ് അടുപ്പ് അതിന് മുമ്പ് മേടിക്കണം. പിന്നെന്താണ് മസ്റുമോൾക്ക് എന്തിനാണ് പറയാനുള്ള? നമ്മൾ കല്യാണത്തിന് പോയിട്ട് വരാം. പിന്നെ എന്താണ് മക്കളെ, ലൈറ്റുകളൊക്കെ ഓഫാക്കി നമുക്ക് ഇറങ്ങാം. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വന്ന് ഇവിടെ പരിസരമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ വീട് താമസമായാൽ ഹോം ടൂറെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. താമസമാകുമ്പോൾ മുന്നേ കാണിച്ചു തരും. കാരണം എന്തെന്നറിയാമോ, നമുക്ക് വീടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നല്ല പണിയുണ്ട്. അതായത് ക്ലീനിങ് കാര്യങ്ങൾ എല്ലാം. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വീട്. മിക്കവാറും നാളെ ഞാൻ കാണിക്കും. ഇന്ന് പെയിൻറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. ഫ്രണ്ട് മാത്രം നമ്മൾ പൂശി. മക്കളെ മിണ്ടായി. പുതിയ ബെല്ലൊക്കെ വെച്ചെന്ന് പറഞ്ഞാണ്. പിന്നെ എന്തിനൊക്കെ വെച്ചെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്താണ്.
നമ്മളെ വീട്ടിൽ ഷവർ വെച്ച് എല്ലാം പറഞ്ഞു കൊടുക്കേ. ഷവർ വെച്ച് അടപ്പ് വെച്ചില്ല. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ പട്ടി കയറാതിരിക്കുക ഒരു ഗ്രില്ല് വെക്കണം. പഴയ വീടിൻ്റെ കതവുകളൊക്കെയാണ്, അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് പെയിൻ്റ് അടിക്കണം. അപ്പോഴേ ഈ വീടിൽ നിന്ന് പോകുമ്പോഴൊരു സങ്കടമുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാണ്, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്നെ വിളിച്ചിട്ടുള്ളവരടുത്തും എല്ലാം ഞാൻ സ്നേഹത്തിലേ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ കുറേ പേര് നല്ലത് പറയും, കുറേ പേര് ബാഡ് പറയും. ഞാൻ നിങ്ങളെ കമൻസുകളൊക്കെ ഇന്നലെ ഇരുന്ന് കുറേ ചെക്ക് ചെയ്ത്, അപ്പോഴേ അതിനകത്ത് പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇൻഷാ അള്ളാ ഞാൻ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ വന്നിട്ടേ ഉള്ളൂ, 1 വർഷം ആവുന്നേ ഉള്ളൂ. ഈ റമദാനാവുമ്പം പറയേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയും, ബാക്കി എൻ്റെ ഉപ്പ പറയും. പിന്നെ ഒരു ഉപ്പ ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു വിടുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. അത് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും എൻ്റെ ഉമ്മ ഉപ്പ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എനിക്ക് നാട്ടുകാർ എല്ലാവരും ഇൻഷാ അള്ളാ എൻ്റെ പാലുകാച്ചിന് 300 പേരെ കാര്യമാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ എല്ലാം ഇതുപോലെ ഹൈറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാ എൻ്റെ കൂട്ടുകാരികൾ ബന്ധുക്കൾ ഞാൻ സഹകരിക്കുന്ന എൻ്റെ അയൽവാസികൾ നാട്ടുകാർ എല്ലാവരും കാണും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കുറച്ച് കമൻറ്റുകൾക്ക് മറുപടി നിങ്ങൾക്ക് തന്നെ അതിനകത്ത് മനസ്സിലാവും എങ്ങനെ ആയിരുന്നു ഞാനെന്ന്. എൻ്റെ ഒരു വീഡിയോ അല്ല, 3 തുണി വീണ 3-4 വീഡിയോസിൻ്റെ ഇടയിലാണ് ഇത് വന്നിട്ടുള്ളത്. അതിനൊക്കെ ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരും. ഞാൻ ഇതിനകത്ത് എങ്ങനെയാണോ വന്നത് അതുപോലെയാണ് യൂട്യൂബ് ചാനലിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കതവ് പൂട്ടട്ടെ. പിന്നെന്താണ് ഇത്, ഇനിയിപ്പം ഷോക്സ് വീണ ഇനിയിപ്പോൾ മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. മോനെ കൊണ്ടുപോയി മുടി വെട്ടിക്കണം. ഒരാളെ വെട്ടിക്കുമ്പോൾ 2 പേരെയും വെട്ടിക്കണം. പിന്നെ ഇവർക്ക് ഉടുപ്പ് എടുക്കണം. അപ്പോൾ ഇവന്മാരെയും കൊണ്ടുപോയാലേ നടക്കുള്ളൂ. ഇതാണ് ഞാൻ അന്ന് മേടിച്ച കഴിഞ്ഞ മാസം എനിക്ക് ശമ്പളം കിട്ടിയപ്പോൾ മേടിച്ച ഷർട്ടുകളാണ് അത്. മോളെ ഡ്രസ്സ് നല്ലതല്ലേ, മാഷാ അല്ലാ. നമുക്ക് മോളെ തിരിഞ്ഞിടത്താണ് മുടിയണ്ടേ, ഇനിയിപ്പോൾ വെട്ടണം. അത്രയും മുടിയുണ്ട്, അങ്ങ് താഴെ വരെയായി മുടി. ഞാൻ കാണിച്ചു തരാം. പിന്നെ മുടി വെട്ടണം മോളത്. പക്ഷെ ഉള്ളില്ല മുടിക്ക്, കണ്ട ഉള്ളില്ല. ഇത്രയും മുടിയുണ്ട്, ലെങ്തി താഴെ വരെയായി മുടി. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവരുടെ അടുത്തും പറയും ദുആ ചെയ്യണേന്ന് പറയും. എന്തിനാണ് നമുക്ക് പുതിയ വീട് എല്ലാം കൂടി സന്തോഷമായിട്ടെല്ലാം കഴിയാൻ. പിന്നെ ഞാൻ വീടിൻ്റെ ഹോം ടൂറും കാര്യങ്ങളും പാലിയാച്ചിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഇടും. ഒരുപാട് പേരെൻ്റെ വീട് ആഗ്രഹിച്ചിരിപ്പുണ്ട്. പിന്നെ എന്നെ വിളിച്ചിട്ടാണ് ഇത്താമാർ എനിക്ക് സഹായം ചെയ്തത്. ഫ്ലോറിനുള്ള പണി ഒരു ഇത്തായാണ് എനിക്ക് സഹായം ചെയ്തത് ഗൾഫിൽ നിന്ന്. ആ ഇത്ത എന്നെ അറിഞ്ഞ് വിളിച്ച് എൻ്റെ A to Z കാര്യം ഒരു 95% എല്ലാം അറിഞ്ഞ് തിരക്കി വിളിച്ചിട്ടാണ് എനിക്ക് അപ്പോഴും തന്നെ ഗൂഗിൾ പേ നമ്പറിൽ പൈസ ഇട്ട് തന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ് ഇത്ത ഇത് ഇനി വീഡിയോയിൽ പറയട്ടെ. അപ്പോഴും പറഞ്ഞ് ഇനി ബാക്കി പണി നടക്കുകയല്ലേ പൊന്നെ, അപ്പോഴത് നടക്കട്ടെ എന്നാണ്, ബാക്കി പണി നടക്കുകയല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ അത് ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് ഇഷാൻ്റെ ഇടയിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ കൂടെ എല്ലാ സുഖത്തിലും ഒരു സ്ത്രീക്ക് പെട്ടെന്നൊരു സ്ത്രീയുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. കാരണം 3 പൊടി മക്കളെ വളർത്തുക എന്നത്, ഇവരൊക്കെ നല്ല സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ്. അപ്പം നിങ്ങൾ ഈ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് സ്കൂളിലും വന്നിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കുക. എല്ലാവർക്കും ഫോൾട്ടുകളുണ്ട്. കാരണം ഈ ദുനിയാവിൽ എൻ്റെ മക്കൾ ഹലാലായി ജനിച്ച മക്കളാണ്, അത്രമാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. കാരണം എനിക്ക് ഇതിൽ കൂടുതൽ വല്ലതും പറയാൻ നിന്നാൽ ഞാൻ ഒരു സമയത്ത് തന്നെ വിഷാദ രോഗത്തിൻ്റെ ഘട്ടമായതാണ്. എന്നെ ഇനിയും നിങ്ങൾ ആവശ്യമില്ലാത്തതിലോട്ട് തള്ളിവിടുക. നിവർത്തിയില്ലായ്മ കൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 1.5 അടി വഴി റോഡിൽ നിന്ന് വസ്തു വിട്ടുകൊടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി മേടിച്ചത്. അപ്പോൾ ഒരുപാട് വസ്തു നമ്മുടെ പോയി. പിന്നെ പണ്ടത്തെ പ്രമാണത്തിലെ അളവുകൾ വാപ്പാക്കും ഉമ്മാക്കും എൻ്റെ കൂട്ടരെല്ലാം കൂടെ എടുത്തുകൂട്ടി മേടിച്ചു കൊടുത്തതാണ്. ആ പെരയുടെ ഒരു ഓടിട്ട് 50 വർഷം പഴക്കമുള്ളൊരു വീടുമായിരുന്നു. അപ്പം നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഞാൻ മുന്നോട്ട് കയറുന്നതിനനുസരിച്ച് ദുഃഖങ്ങളും ദുരിതങ്ങളും ഞാൻ തരണം ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. തരും കുറേശ്ശെ ജീവിതത്തിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ എനിക്ക് അഹങ്കാരിയാവേണ്ട കാര്യമില്ല. കാരണം എൻ്റെ നല്ല കാലം മൊത്തം ഞാൻ RCCയിൽ ചിലവഴിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് അതിനകത്തോട്ട് കയറിയോണ്ട് എനിക്ക്
യാതൊരു വിഷമങ്ങളുമില്ല, എനിക്ക് ഒരു സങ്കടവും ഇല്ല. റബ്ബ് എനിക്ക് അനുഗ്രഹത്തിൽ ഇതാ എൻ്റെ 3 പൊന്നു മക്കളെ തന്നു. ഇതുപോലെ നമുക്ക് ജീവിക്കാൻ. അപ്പം ജീവനും ജീവിതവും എല്ലാം ഇവരാണ്. ഇവരെ എൻ്റെ കയ്യിൽ എപ്പോഴും സുരക്ഷിതത്വമായതുകൊണ്ടാണ് റബ്ബ് എനിക്ക് തന്നത്. ഞാൻ കളഞ്ഞിട്ട് പോയില്ലല്ലോ, എൻ്റെ മക്കളെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ ആരെയും മുമ്പ് കൊണ്ടൊന്നും ഇട്ട് കൊടുത്തില്ലല്ലോ, ഒരന്തി പോലും ഞാൻ കാണാതിരുന്നിട്ടില്ല. എൻ്റെ കൂടിപ്പോൾ എൻ്റെ കുടുംബ വീട്ടിൽ മാത്രമേ ഞാൻ നിർത്തിയിട്ടുള്ളൂ. പിന്നെ ഒരു ദിവസം എൻ്റെ നാത്തും കൊണ്ടുപോയി നിർത്തി, അത് ഈ കുഞ്ഞുമോൻ ബഹളം വെച്ചിട്ട്. അപ്പം ഇവർക്ക് ഉമ്മായും ഉപ്പായും ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയും ഞാനാണ്. അല്ലെങ്കിൽ ഇവർക്ക് ചിലവിന് കൊടുക്കാൻ ആരെങ്കിലും ബാധ്യസ്ഥനായിരിക്കണം. അങ്ങനെ ഒരു ബാധ്യസ്ഥതയില്ല. അപ്പോഴും ശരി, അസ്സലാമു അലൈക്കും. നിങ്ങളോട് എന്തെങ്കിലും ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ബാഡ് വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ കുറേ ഞാൻ റിപ്ലൈ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം ഞാൻ ഏതൊരു ക്യാരക്ടർ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതല്ല മസ്റൂറ ഫാത്തിമ. മസ്റൂറ ഫാത്തിമ എന്ന് പറയുന്നത് എൻ്റെ പൊന്നു മകളാണ്. പിന്നെ എന്നെ എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞ ഒരു ദുഃഖങ്ങൾ. ആ ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ മുക്തിയായി വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. പിന്നും എനിക്കൊരു ദുരിതം വന്ന് കഴിഞ്ഞ ഈ റബിയുൽ അവ്വലിൽ മരണ വാർത്ത. അതും എന്നെ ദുഃഖിപ്പിച്ച്. അപ്പോഴേ ഈ ദുഃഖത്തിൽ എൻ്റെ മോളും ഒക്കെ ഒരുപാട് ദുഃഖിതയായതാണ്. എൻ്റെ കുട്ടികളെ നിങ്ങൾ ആവശ്യമില്ലാത്തൊരു രൂപത്തിലോട്ട് പറഞ്ഞു വിടരുത്. ഈ പൊന്നു മക്കളെ ഞാൻ വളർത്തട്ടെ, ഈ ലോകത്തൊന്നും അറിയില്ലാതെ വളരുന്നു. ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഇവരെ ജീവിതത്തിൽ ഞാനായിരിക്കും എല്ലാം. ഇത്രയും ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. കാരണം അത്രയ്ക്ക് ഞാൻ സഹിച്ച് ഈ വീട്ടിൽ പൂട്ടിയിരുത്തിയിട്ട് പോകുമ്പോഴും ബിസ്മിയും ചൊല്ലി പൂട്ടിയിരുത്തിയിട്ട് പോകുമ്പോഴും എൻ്റെ പൊന്നു മക്കൾ മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ കഷ്ടപ്പാടിന് ഒരറുതി വരുന്ന പടച്ചവനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. മക്കളെ സലാം പറഞ്ഞു കൊടുക്കുക.